മ്യൂസിക്കൽ വേൾഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അപ്ഡേറ്റ്സ് വന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു കടന്നുപോയത് ഈ ന്യൂ ഇയറിന് ശേഷം. ആദ്യം വന്ന ബോംബ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള സാക്ഷാൽ അരിജീത് സിംഗ്. എന്താ പറയുക, എല്ലാവരുടെയും ലൈഫിലുള്ള ഒരു പ്രൊഫഷണൽ മ്യൂസീഷ്യൻ്റെ ഒരു ലൈഫിലത്തെ ഒരു ഫുൾ ലൈഫ് ലോങ് ഉള്ളൊരു ആഗ്രഹമാണ് ഒരു പ്ലേ ബാക്ക് സിംഗർ ആവുക എന്നുള്ളത്. ഇദ്ദേഹം ഒരു 10-15 വർഷം കൊണ്ട് അതെല്ലാം ചെയ്ത് വേറെ പലതും ചെയ്ത് കൂട്ടത്തിൽ ബെസ്റ്റ് വേറെ പലതുമാണ്, അല്ലെങ്കിൽ പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉള്ള രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത്, തൻ്റെ ആരോഗ്യത്തിന് നല്ലത്, മാനസികാരോഗ്യത്തിന് നല്ലത് എന്ന് മനസ്സിലാക്കി പ്ലേ ബാക്ക് സിംഗിങ്ങിൽ നിന്ന് വിരമിക്കുവാൻ, അത് VRS റിട്ടയർമെൻറ്റ് ഏർലി VRS ആനുകൂല്യങ്ങളോട് റിട്ടയർ ചെയ്ത കാര്യം അറിയിച്ചുകൊണ്ട് നമ്മുടെ സാക്ഷാൽ അരിജിത്ത് അണ്ണൻ ആദ്യം ഒരു അടി തന്നു. ആ ബോംബ് പൊട്ടി ഒന്ന് കലങ്ങി തെളിയുന്നതിന് മുമ്പായിരുന്നു വേറെ പല റിലേറ്റഡ് AI റിലേറ്റഡ്. അപ്പം നമ്മുടെ മോസ്റ്റ് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു എന്താ പറയുക, ഒരു റെസിലിയൻസ് അല്ലെങ്കിൽ ഒരു റിനൈസൻസ് അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷൻസ്, എന്താ പറയുക, ബോസ്റ്റൺ ടീ പാർട്ടി, റിനൈസൻസ് റെവല്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു റെവല്യൂഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന 2 കൂട്ടരിൽ ഒരാളാണ് ഈ അരിജിത് സിംഗ് എന്ന് ഞാൻ പറഞ്ഞത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞത്, ഇതുപോലെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവരുടെയും പ്രിയങ്കരനായ വിശാൽ ദദ്ലാനി. വളരെ വളരെ റോ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം തല പുണ്ണായിട്ട് ഇപ്പോഴത്തെ ഒരു AI ഏജൻറ്റിക് വേൾഡിന് അതിൽ മ്യൂസിക്കിൻ്റെ അധപതനം കണ്ട് മനസ്സ് വിഭ്രളിച്ച് പ്രതങ്കടത്തിനായി വിജൃംഭിച്ച് പുള്ളി ഒരു തീരുമാനം എടുത്തു. ലൈവ് ആർട്ടിസ്റ്റ്, അതായത് ഇവിടുന്ന് മ്യൂസിക് വരുന്ന ലൈവ് ആർട്ടിസ്റ്റുകളെ കണ്ടെത്തുക, അവർക്ക് എല്ലാ ആഴ്ചയും മുംബൈയിൽ തൽക്കാലം ഒരു അടുത്താണ് ഹാബിറ്റാറ്റ് സെൻറ്ററിൽ ഒരു സ്റ്റേജ്, 5 ആർട്ടിസ്റ്റ് ഓഡിയൻസ് വരുന്നു, ടിക്കറ്റ് എടുക്കുന്നു, കാണുന്നു. മിനിമം ആയിട്ടുള്ള ടിക്കറ്റ് റേറ്റ്, ആർട്ടിസ്റ്റുകളെ ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു ട്രയൽ ഷോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കമ്പോസേഴ്സ്, അതായത് ഒറിജിനൽ മ്യൂസിക് ഉണ്ടാക്കുന്നവർ, എൻഡ് ടു എൻഡ്, ലിറിക്സ് സ്റ്റാർട്ട് ടു എൻഡ്, സ്ട്രക്ചർ സ്റ്റാർട്ട് ടു എൻഡ്, മെലഡി സ്റ്റാർട്ട് ടു എൻഡ്, എന്തെങ്കിലും ഒരു പാട്ട് ഒരു കംപ്ലീറ്റ് ആയിരിക്കണം. അല്ലാതെ 2-3 പേരൊക്കെ വന്നാലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങളുടെ എന്തെങ്കിലും ലിറിക്സ് മാത്രമാണ് നിങ്ങളുടെ മ്യൂസിക് കയ്യിലില്ല, അല്ലെങ്കിൽ മ്യൂസിക് മാത്രമാണ് ലിറിക്സ് കയ്യിലില്ല, അങ്ങനെയൊന്നും പറ്റില്ല. കംപ്ലീറ്റ് ആർട്ടിസ്റ്റുകളെ തൽക്കാലം മുംബൈയിൽ നിന്ന് അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തു. കൂടാതെ ഓൾ ഓവർ ഇന്ത്യ ഓപ്പൺ ആകും സക്സസ് ആയാലെന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അങ്ങനെ 2 വളരെ മേജറായിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് മ്യൂസിക് വേൾഡിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിൽ ഒന്നെന്ന് പറഞ്ഞാൽ തിന്മയുടെ, അതായത് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലുള്ള യുദ്ധമാണ്, അല്ലാതെ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമല്ല ഒരിക്കലും നടക്കുന്നത്. ചെറിയ തിന്മയും വലിയ തിന്മ, ഇപ്പം നമ്മൾ ചെറിയ തിന്മയാണെങ്കിൽ നമ്മളെ വലിയ തിന്മ തിന്നും. അതുകൊണ്ട് വലിയ തിന്മയാവാൻ, അല്ലെങ്കിൽ വലിയ തിന്മയ്ക്കെതിരെ പോരാടാൻ ചെറിയ തിന്മ വളരുന്ന, ഒരു നല്ല തിന്മ വളരുന്ന ഒരു കാഴ്ചയാണ് അരിജിത് സിംഗ് തൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിലും കിട്ടിയ ഫിനാൻഷ്യൽ ബാക്കപ്പിൽ പുള്ളി ദർഭംഗ, അല്ലെങ്കിൽ പുള്ളിയുടെ ഹോം ടൗണിൽ ഒരു സെൻറ്റർ, ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ബേസ് സെറ്റ് ചെയ്തു, ഒരു കമ്മ്യൂണിറ്റി സെറ്റ് ചെയ്തു. ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ലേണിംഗ്, മെഡിക്കൽ സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഫുഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പുള്ളി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി സെറ്റ് ചെയ്തു ഇത്രയും വർഷത്തെ. അതിന് ശേഷമാണ് പുള്ളി റിട്ടയർമെൻറ്റ് എടുത്തത്. ഇപ്പോഴും പുള്ളിക്ക് കൈ നിറയെ കായ് കിട്ടാനുള്ള നെല്ല് പുള്ളിയുടെ അകത്ത് സെറ്റാണ്, മനസ്സിലായത്. ഇപ്പോഴും ജ്യൂസുണ്ട്, പുള്ളി ഇനിയും വർഷങ്ങൾ ഏൺ ചെയ്യും. ഇങ്ങനെ ഒരു പുള്ളി, അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പല വെസ്റ്റേൺ ആർട്ടിസ്റ്റുകളും എടുത്തു പറഞ്ഞ കാര്യമാണ്. പുള്ളി കൊളാബറേഷൻ വിളിക്കുമ്പോൾ പുള്ളി വീട്ടിലോട്ടാണ് വരുന്നത്. എൻ്റെ നമ്മുടെ ഹവേലിയിലേക്ക് വരൂ, അല്ലെങ്കിൽ ഹവേലിയിലേക്ക് വീട്ടിലേക്ക് വരൂ എന്ന് വിളിച്ച് അവിടെ ഒരു സ്റ്റുഡിയോ സെറ്റാണ്. അപ്പം സുക്കൂൺ 2.0 എന്ന് പറഞ്ഞ ഒരു പാട്ടിൻ്റെ ഒരു BTS വീഡിയോയും അവിടെ ആ വീഡിയോ ഒക്കെ അവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും അവിടെ പുള്ളിയുടെ കോട്ടയ്ക്കകത്ത് ചെങ്കോട്ടയിലാണ്. അതുകൊണ്ട് അപ്പോൾ പുള്ളി ആ ലെവലിലെത്തി, ആ ലെവലിലേക്ക് ചിന്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഈ ഇനിഷ്യേഷൻ എടുക്കുന്നത്. മൈക്കിൾ ജാക്സനെ കുറിച്ചും ഇതുപോലെ ഗ്ലോബൽ ലെവലിൽ നമുക്ക് ഇപ്പം കിണറ്റിലെ തവളയായതുകൊണ്ട് നമുക്ക് വലിയ ലോകപരിജ്ഞാനം അറിയാമെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും ഇൻഫർമേഷനാണ്. അപ്പം MJ പറ്റി ഇത് തന്നെയാണ് പറയുന്നത്. പുള്ളി ഹോളിവുഡിൻ്റെ അരിജിത്ത് കളി ആയിരുന്നു, പക്ഷേ എവിടെയോ പണിവാളി എന്ന് പറയുന്നു. ഇനി പുള്ളി
എല്ലാവരും പറ്റിച്ച് വില്ലനായിട്ട് വിളിച്ചിരിക്കുകയാണെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ നല്ലത്, അൽഹംദുലില്ലാ. അപ്പോൾ എന്തായാലും ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ കുറച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ ചിന്തിക്കണം. സർവീസ് മെൻറ്റാലിറ്റി കൂടെ ഉണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ഒള്ളി ടാലൻ്റായിട്ട് നിന്നു.